ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? ഓപ്ഷൻ എ ബഹദൂർ ഷാ രണ്ടാമൻ, ഓപ്ഷൻ ബി നാനാ സാഹിബ്, ഓപ്ഷൻ സി താന്തിയ തോപ്പി, ഓപ്ഷൻ ഡി കൻവർ സിംഗ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി താന്തിയ തോപ്പിയാണ്. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി പുറക്കാട്, ഓപ്ഷൻ ഡി പട്ടണം. ഓപ്ഷൻ ഡി പട്ടണമാണ് ശരിയായ ആൻസർ. 3. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ബി കർണാടകം, സി കേരളം, ഡി മധ്യപ്രദേശ്. ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ജനീവ, ഓപ്ഷൻ ബി റോം, ഓപ്ഷൻ സി വിയന്ന, ഓപ്ഷൻ ഡി ന്യൂയോർക്ക്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ജനീവയാണ്. 5. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. നിസ്സഹരണ പ്രസ്ഥാനം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമ പ്രസ്ഥാനം. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, നിസ്സഹരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ? ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 7. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? 1. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. 2. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. 3. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. തിരമാലകൾ എന്നാൽ? 1. ജലത്തിൻ്റെ ചലനം, 2. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജപ്രവാഹം, 3. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. ജലത്തിൻ്റെ ചലനവും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനവും.